ജീവിതശൈലി രോഗങ്ങൾ ഡയറ്റും എക്സസൈസും മാത്രമല്ല, സ്ലീപ്പ് ഹൈജീൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതായത് ഉറക്കം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. കാരണം നമ്മൾ ഡയറ്റ് നോക്കി, നമ്മൾ വ്യായാമമൊക്കെ ചെയ്തു, പക്ഷേ നമ്മൾ ദിവസം ഒരു 4 മണിക്കൂർ മാത്രം ഉറങ്ങിയാൽ അത് ഒന്നും പ്രയോജനപ്പെടുത്തത്തില്ല. ചിലപ്പോൾ നമ്മൾ വെയിറ്റ് കുറയണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ് പറയുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണമെന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് ശരിക്കും കുറച്ചും കൂടെ കൂടുതലായിരിക്കും, 9 മണിക്കൂറൊക്കെ വേണ്ടി വരും. ഒരു അഡൾട്ടിന് 7 മണിക്കൂർ മിനിമം രാത്രി ഉറങ്ങണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ നമ്മൾ ഹൈജീൻ വളരെ നന്നായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ഉള്ള അരമണിക്കൂർ ഒരിക്കലും സ്ക്രീനിൽ നോക്കാൻ പാടില്ല. അതായത് ടിവിയോ ഫോണോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഇന്ന് നമുക്ക് ഉറങ്ങണമെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് രാത്രി കിടക്കും, ഫോൺ എടുത്ത് വെച്ച് ലൈറ്റ് ഓഫ് ചെയ്താലും ഫോൺ എടുത്ത് വെച്ച് റീലും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊരു നല്ല കാര്യമല്ല. കാരണം നമ്മൾ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും കുറച്ച് കഴിഞ്ഞ്, പക്ഷെ ആ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ ഇത് പഠനം നടത്തിയിട്ടുള്ളതാണ്. ഉറക്കത്തിൻ്റെ ക്വാളിറ്റി അത് വളരെയധികം ബാധിക്കുന്നതാണ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ലീപ്പിനോടൊപ്പം തന്നെ മെൻ്റൽ ഹെൽത്തും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം വളരെയധികം പ്രിഡോമിനൻ്റ് ആയിട്ട് കൂടി വരുന്ന ഒരു സംഭവമാണ് മെൻ്റൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ. അത് ചെറിയ ആങ്സൈറ്റി ഉൾപ്പെടും, ഡിപ്രഷൻ, സ്ട്രെസ്സ്, സൂയിസൈഡൽ ബിഹേവിയേഴ്സ്, ഇതൊക്കെ മെൻ്റൽ ഹെൽത്തിൻ്റെ അടിയിൽ വരുന്നതാണ്. ഇതൊക്കെ കൂടാൻ ഇപ്പോൾ കാരണം ഒരുപാട് കോമ്പറ്റീഷനാണ് എല്ലായിടത്തും. എസ്പെഷ്യലി കോളേജ് സ്റ്റുഡൻസിനും സ്കൂൾ സ്റ്റുഡൻസിനും ഒക്കെയുള്ള ഒരുപാട് കോമ്പറ്റീഷനാണ്. പേരൻസ് അവരെ പ്രഷർ ചെയ്യുവാണ്. പലരും പറയും, മോൻ ഏതാ ഇഷ്ടം, മെഡിസിൻ ആണോ എൻജിനീയറിംഗ് ആണോ, ഈ 2 വഴികളല്ലാതെ വേറൊരു വഴിയും ഇല്ല. അങ്ങനെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് പോലും ചോദിക്കുന്നില്ല, അവരെ ഇതിലോട്ട് തള്ളിവിടും. ഇപ്പോഴൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒരു 11ാം ക്ലാസ്സിലായിരിക്കും ചിലപ്പോൾ എൻട്രൻസ് കോച്ചിങ് ഒക്കെ പോകുന്നത്. ഇപ്പം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു വരുന്നത് 4ാം ക്ലാസ്സിലാണ്. അതായത് IIT മെഡിസിൻ്റെ കോച്ചിങ് തുടങ്ങുന്നത് 4ാം ക്ലാസ്, 9 വയസ്സുള്ള കുട്ടികളെയാണ് എല്ലാവരും കോച്ചിങ്ങിന് വിടുന്നത്. എന്താ ഫ്യൂച്ചറിൽ ഡോക്ടർ ആവാൻ വേണ്ടി ഇപ്പോഴേ പഠിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല എന്നൊരിത്. അപ്പോൾ ഇതൊക്കെ കാരണം കുട്ടികളിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്സ് ആണുള്ളത്. ഈ ഇടയ്ക്ക് നമ്മൾ ന്യൂസിൽ കണ്ടു, ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു മരിച്ചത്. റാഗിങ് കാരണമുള്ള സൂയിസൈഡാണെന്നാണ് കേട്ടത്. അപ്പം ഈ ബിഹേവിയറൊക്കെ ശരിക്കും എവിടുന്നാണ് അവർ പഠിക്കുന്നത്? ഈ റാഗിങ്ങിൻ്റെ ബിഹേവിയറൊക്കെ വീട്ടിൽ അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്കുകളും അല്ലെങ്കിൽ അപ്പൻ അമ്മയെ അടിക്കുന്നതും ഒക്കെ കണ്ടിട്ടായിരിക്കും ഈ കുട്ടികളും സ്കൂളിൽ ചെന്ന് ഇതേ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അവിടുന്നേ തുടങ്ങുന്നതാണ്, വീട്ടിൽ നിന്നേ തുടങ്ങുന്ന പരിപാടികളാണ് ഈ റാഗിങ് എന്നൊക്കെ പറഞ്ഞാൽ. അല്ലാതെ കുട്ടിയുടെ ഇൻഹറൻറ്റ് ഇതൊന്നുമല്ല. ഒരിക്കലും ഒരു കുട്ടി ചുമ്മാ ഇരിക്കുമ്പം മറ്റൊരു കുട്ടിയെ ഉപദ്രവിക്കാമെന്ന് തോന്നത്തില്ല. അതെപ്പോഴും റിഫ്ലക്ഷനാണ്, അവരുടെ പേരൻസിൻ്റെ സ്വഭാവത്തെയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും കോളേജ് തുടങ്ങുമ്പോഴും കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം, നമ്മൾ അവരോടൊപ്പം ഉണ്ടെന്നും അവർക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളോട് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് നൽകണം. ഇതില്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും സൂയിസൈഡിലേക്ക് പോകുന്നത്. കാരണം അവർ ചിലപ്പം കംപ്ലയിൻറ്റ് ചെയ്യുമായിരിക്കും ആദ്യം പ്രിൻസിപ്പലിൻ്റെ അടുത്തും. പ്രിൻസിപ്പൽ ഇതൊക്കെ മാറി ഇതിനെപ്പറ്റി അധികം ബോദർ ചെയ്യാതെ പോവായിരിക്കും. പക്ഷേ നമ്മൾ മാതാപിതാക്കളോട് പറയുമ്പോഴും ഇതൊക്കെ കുറച്ച് സഹിച്ചേ പറ്റൂ, കോളേജായാലും സ്കൂളായാലും ഇതൊക്കെ നടക്കും, ഇത് സർവ്വസാധാരണമാണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അത് പിന്നെ താങ്ങാൻ പറ്റാത്തൊരു ഭാരമായി മാറുകയും അവർ ഇങ്ങനത്തെ കടുംകൈകൾ ചെയ്യുകയും ചെയ്യും. ആരോഗ്യം ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ബൈബിളിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരമെന്ന്. അതിനെ നമ്മൾ പരിപാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആദരിക്കുന്നത് നമ്മുടെ ശരീരത്തെ ആദരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ ആദരിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഈ ചെറിയ ചെറിയ സ്റ്റെപ്സ് ജീവിതത്തിൽ എടുത്താൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മുടെ ഒരു 50 വയസ്സിന് ശേഷമുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ ഈ സ്റ്റെപ്സ് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. 1% ഇത് ഞാനൊരു ബുക്കിൽ വായിച്ചതാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ 1% ബെറ്റർ ആവാൻ ശ്രമിച്ചാൽ 1 വർഷം കഴിയും നമ്മളിപ്പോൾ ആയിരിക്കുന്നതിനേക്കാളും 37 ടൈംസ് ബെറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ദിവസം നമ്മൾ 1% മാത്രം ബെറ്റർ ആവാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും, എൻ്റെ സ്പീച്ചിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണകരമായെന്ന് വിചാരിക്കുന്നു.